ഈ സുതാര്യത എന്നത് നമ്മൾ എക്കാലവും എല്ലാ കാര്യത്തിലും പാലിക്കാറുണ്ട് എന്നതാണ് വസ്തുത. പല കാര്യങ്ങൾക്കും പലതരത്തിൽ പഴി കേൾക്കാറുണ്ടല്ലോ. ഇപ്പോൾ ഇന്നലെ ഞാൻ ഇന്ത്യ ടുഡേയുടെ ഒരു വീഡിയോ കാണുകയായിരുന്നു. ഇവിടെ വ്യാപകമായി മയക്കുമരുന്നിൻ്റെ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നു, ഇതിപ്പോൾ ഇതിൻ്റെ ഡ്രഗ് ക്യാപിറ്റലായി മാറിയിരിക്കുന്നു എന്നൊക്കെയുള്ളത്. നമ്മൾ പലയാവർത്തി പറഞ്ഞതാണ്, എന്താണ് കാര്യം? നമ്മൾ ഈ സുതാര്യത ആ കാര്യത്തിലും പാലിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ പരമാവധി കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അവിടെയൊക്കെ പിടികൂടുന്നതിൻ്റെ പകുതിയുടെ പകുതി പോലും മയക്കുമരുന്ന് ഇവിടെ പിടികൂടുന്നില്ല. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം ഇവിടെ വളരെ കുറവാണ്. പക്ഷേ കേസുകളുടെ എണ്ണം കൂടുതലാണ്, കാരണം കേസുകൾ വരുന്നുണ്ട്. മറ്റൊന്ന് ക്രൈം റേറ്റ് പറയുമ്പോൾ എപ്പോഴും കേരളം വഴി കേൾക്കാറുള്ളതാണ്. ക്രൈമിൻ്റെ തലസ്ഥാനമായി കേരളം മാറിയെന്ന്. എന്താണ്? കേരളത്തിലെ ക്രൈം രജിസ്റ്റർ ചെയ്യപ്പെടുന്നു, അത് കേസാവുന്നു, FIR ഇടുന്നു, അതുകൊണ്ട് കേസുകളുടെ എണ്ണം കൂടുന്നു. ഇതൊരു വസ്തുതയാണ്, അത് നമ്മൾ മനസ്സിലാക്കണമല്ലോ. അത് അങ്ങനെ തന്നെയാണ്. ഇക്കാര്യത്തിൽ ഈ സമയത്ത് മറക്കാൻ പറ്റാത്ത ഒന്നുണ്ട്, അത് ശൈലജ ടീച്ചറെ കുറിച്ചാണ്. കാരണം ഈ കോവിഡ് റാണി എന്നാണ് ശൈലജ ടീച്ചർ പിന്നീട് വിളി കേട്ടത്. ഈ കണക്കുകളെല്ലാം വെച്ചുകൊണ്ട് കോവിഡ് റാണി എന്നുള്ള പേര്, അതായത് കേരളമാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും തെറ്റായ കണക്ക് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് ഈ കഴിഞ്ഞ ഇടയ്ക്ക് സനീഷ് ഓർമ്മ ഉണ്ടാവുമല്ലോ, ഒരു സ്റ്റേജ് ഷോയുടെ എന്തിൻ്റെ ഭാഗമായിട്ട് മറ്റേ 100% ലിറ്ററസി സാർ, കേരള സാർ എന്നൊക്കെ പറയുന്ന ഒരു കമൻറ്റ് വരികയും അതേ തുടർന്നുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്യുക. ആ സമയത്ത് മുഴുവൻ നോർത്ത് ഇന്ത്യയിൽ വരുന്ന റീൽസിലെല്ലാം ഇതാണ് കാര്യം. അതായത് കോവിഡ് കണ്ടോ, കോവിഡ് കാലത്ത് ആളുകളെല്ലാം ഇതുപോലെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച കേരളമല്ലേ, എന്നിട്ടാണോ നിങ്ങൾ അവരുടെ കണക്കിൽ ഇവിടെ 66 ആളുകൾ, അവിടെ 5000 ആണ്. അതായത് ഗുജറാത്തിൽ മരിച്ചിരിക്കുന്നത് 5000 ചില്ലുവാനും പേരാണ്, കേരളത്തിൽ മരിച്ചിരിക്കുന്നത് 65,000 പേരാണ്. അപ്പൊ 2 ലക്ഷം ഉണ്ട് അവിടെ. അതെ ഉണ്ട്. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ വസ്തുത. അപ്പൊ അതായത് നമ്മുടെ ഒരു കേരള സാർ ലിറ്റററി അത് തന്നെ കേരള സാർ 100% ഉറപ്പിച്ച് നമുക്ക് പറയാവുന്ന സ്ഥിതിയുണ്ട്.